അങ്ങനെ ഒടുക്കം അതും സംഭവിച്ചു. വീണ വിജയന്റെ EDയുടെ സമൻസ് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ആകാംക്ഷയോടെ താല്പര്യത്തോടെ കാത്തിരുന്ന ഒരു തീരുമാനമാണ് ഇത്. വെള്ളിയാഴ്ച 12-ാം തീയതി വെള്ളിയാഴ്ച വീണ ED ഓഫീസിൽ, കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. അന്ന് തന്നെ കരിമണൽ കർത്തായും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം 9 പേർക്ക് നോട്ടീസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം അവരെ സെപ്പറേറ്റ് ഇരുത്തി ചോദ്യം ചെയ്യും, അതിനുശേഷം ഒരുമിച്ച് എല്ലാവരും. ഇപ്പൊ ഇന്നലെ SFIയുടെ രേഖകൾ വിട്ടുകിട്ടിയതോടുകൂടി ED ഈ കാര്യത്തിൽ ശരവേഗമാണ്. കാരണം കഴിഞ്ഞ ദിവസം EDയുടെ ഡയറക്ടർ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, നവീൻ എന്താ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് വിട്ടുപോയപ്പോഴത്തേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഒരു വാർത്ത അടിച്ചു, ED ഡയറക്ടർ കൊച്ചി വിട്ടു എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തോ നടപടിയൊക്കെ ഒപ്പിച്ച് അതെല്ലാം ഒത്തുതീർപ്പാക്കി വെച്ച് അയാൾ കയറി പോയി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ധ്വനി അങ്ങനെയാണ്. പക്ഷേ അയാൾ വന്നു, കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കി. ഒന്നാമത്തെ കാര്യം, ഇവർ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ സ്ഥിതിക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ പഴുതുകൾ അടച്ചു വേണം ചോദ്യം ചെയ്യാൻ. 2, പാർട്ടിക്കാരൊക്കെ ചേർന്ന് അക്രമം നടത്തിയതാണ് ഇവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അക്രമം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ആ പരിപാടി കഴിഞ്ഞു. ഇനി ഈ വീണെ അറസ്റ്റ് ചെയ്താലും ചോദ്യം ചെയ്താലും ഒന്നും തന്നെ ഇവരാരും അക്രമം നടത്താൻ പോവില്ല. കാരണം അക്രമം നടത്തി ആശാന്മാർ ഇപ്പോഴും അകത്ത് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 143 രേഖകളായിരുന്നു SFIയുടെ കയ്യിലുണ്ടായിരുന്നത്. അവരുടെ തെളിവെന്ന് പറയുന്നത് 134. ഈ 134 രേഖകളും വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതിയല്ല, ഈ സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള കൊച്ചിയിലെ കോടതി, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന കോടതി അനുവദിക്കുന്നു. പക്ഷേ ഇതിനെതിരെ CMRL ആണ് കോടതിയെ സമീപിക്കുന്നത്. എല്ലാം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. CMRLനെതിരെ നടന്ന കേസിനും വീണ വിജയനെതിരെ നടന്ന കേസിനും എല്ലാത്തിലും CMR അതിനകത്ത് പങ്കാളിയാണ് എങ്കിൽ പോലും ഇതിലൊന്നും വീണ വിജയൻ മുന്നോട്ട് വന്നിരുന്നില്ല. അവിടെ സൈലന്റ് പാർട്ണർ അല്ലേ, സ്വാഭാവികമായിട്ടും അവരത് ചെയ്യണമല്ലോ. അല്ല, അതെന്തുകൊണ്ടാണ് പരാജയമെന്നറിയാമോ? നിലവിൽ വീണയ്ക്കെതിരെ ഒരു കേസും ഇല്ല. നിലവിൽ വീണയ്ക്കെതിരെ ഈ പറയുന്ന ആദായ നികുതി എൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ മാത്രമാണുള്ളത്, SFIയുടെ കണ്ടെത്തലുകളാണ്. ED ഒന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ EDയുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ECIR എന്ന് പറയുന്ന അതൊന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കേസിൽ പ്രതിയാക്കാൻ പറ്റും, എങ്ങനെ ചോദ്യം ചെയ്യലിന് വിളിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇവരുടെ വാദം. ഇപ്പോൾ എന്ത് പറ്റി? സമൻസ് ചെല്ലുന്നു, EDയുടെ സമൻസ് ചെല്ലുന്നു. മാത്രമല്ല, നമ്മൾ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. എന്താണെന്ന് മനസ്സിലായോ? അതായത് BJP കേരളത്തിൽ CPMനെ നോട്ടമിട്ട് തുടങ്ങി. കാരണം BJPക്ക് കേരളത്തിൽ വളരണമെങ്കിൽ പണ്ട് നമ്മൾ കരുതിയിരുന്നത് കോൺഗ്രസ് തകരണമെന്നായിരുന്നു. നേരെ തിരിച്ചാണെന്ന് സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. CPM എവിടെയാണ് തകരുന്നത്, ആ ഗ്യാപ്പിലേക്കാണ് കേരളത്തിൽ ഇനി BJP കടന്നു കയറേണ്ടത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഇവർ ചക്ക സ്ഥാനാർത്ഥി നിർത്തിയതൊക്കെ മാറ്റി നിർത്തിയിരുന്ന കൃത്യമായി BJPയുടെ നല്ല സ്ഥാനാർത്ഥികൾ ഇറക്കിയിരുന്നെങ്കിൽ കൂടുതൽ സീറ്റും നേടാൻ കഴിയുമായിരുന്നെന്ന് ഇപ്പോൾ BJPക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോന്നി സീറ്റ്. കോന്നി സീറ്റിൽ BJPക്ക് ഈസിയായിട്ട് ജയിക്കാം. നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി. കാരണം കോന്നിയിൽ ജനീഷ് കുമാറിനോട് ആളുകൾക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസിന് വേണ്ടി അവിടെ സതീഷ് കൊച്ചുപറമ്പിൽ. അതേസമയം അവിടെ BDJSന്റെ ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് അവർ കൊണ്ടിട്ട്. അത് ജനീഷുമായിട്ടുള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്നുള്ളത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ആ സമയത്ത് അവിടെ ഒരു ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥി, ഇപ്പം K. സുരേന്ദ്രൻ മത്സരിച്ച് 40,000-40,000 വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ കേരളത്തിൽ എല്ലായിടത്തും ഇവർ കൊണ്ടുവന്നു. തൃപ്പൂണിത്തുറ നമുക്ക് ഉദാഹരണമുണ്ട്. തൃപ്പൂണിത്തുറ അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരണം വരെ പിടിച്ചിട്ടുള്ളതായിരുന്നു BJP. പക്ഷേ അവിടെ കൊണ്ട് നിർത്തി കൊടുത്ത് ചക്ക സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ എല്ലായിടത്തും കൊണ്ടുവച്ചു കൊടുത്തു. അപ്പം എന്താണെന്നറിയില്ല. സാധാരണ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ളവന്മാർ അതിബുദ്ധിമാന്മാരാണ്. അവരെന്തുകൊണ്ടോ ഇവിടെ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടു. കോൺഗ്രസിനെ തകർത്തിട്ട് ഇവർക്ക് കേന്ദ്രത്തിലോട്ട് 19 സീറ്റുമായിട്ട് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അവരുടെ സങ്കല്പം ഉണ്ടല്ലോ, അത് കേരളത്തിലും കൂടെ നടപ്പിലാക്കിയത് അങ്ങ് പൂർണ്ണമാക്കാമെന്ന് കരുതി. പക്ഷേ അത് നടപ്പില്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചുള്ള യാഥാർത്ഥ്യം പിന്നീട് അതിപ്പം മനസ്സിലായി. അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ തവണയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ 2021 UDF അധികാരത്തിൽ വരികയും 2026 BJP അധികാരത്തിൽ വരികയും ചെയ്തു. ഇവർക്ക് പറ്റിയ അബദ്ധം എന്താ? സ്വർണ്ണക്കടത്ത് കേസിൽ അത് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ കേസ് അട്ടിമറിക്കപ്പെട്ടു അല്ലേ? അതിന് പകരം ഇവിടെ കുഴൽപ്പണ കേസും. അതെ, അതിന് പകരം K. സുരേന്ദ്രൻ്റെ കുഴൽപ്പണ കേസും ഇതുമായിട്ട് വെച്ച് ഇതെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്. മാത്രമല്ല, അന്ന് വേറൊരു കാര്യമുള്ളത്, പിണറായി വിജയനും ഭരണത്തിലുള്ള പിണറായി വിജയൻ അന്ന് എന്തൊക്കെ ചെയ്തേ? തനിക്കെതിരെ EDയെ ഉപയോഗിച്ച് ഇവർ ചെയ്യുമ്പോൾ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഇയാൾ ഇവിടെ കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കാൻ പോയി. അങ്ങനെ പലവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇയാൾ തിരിച്ചടിച്ചു.
പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ ഒരു ധാരണയിലങ്ങ് പോയി. അല്ല, അവർ ആദ്യം മുതൽ അന്തർധാര അന്നോടെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധാരണ ബിജെപിയിൽ വളരെ മിടുക്കന്മാരായ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഉള്ളതാണ്. അവർക്ക് മനസ്സിലാക്കേണ്ടത് ജനം തിരിച്ചറിഞ്ഞു ഈ അന്തർധാര. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനം ഈ അന്തർധാര തിരിച്ചറിയുകയും CPM നിൽക്കുന്നിടത്തോളം കാലം BJPക്ക് ഇവിടെ വളരാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് BJP അല്ല, CPM. ഞങ്ങൾ സർവേക്ക് പോയ സ്ഥലങ്ങളിൽ തന്നെ ചില അവിടെ വെച്ച് പരിചയപ്പെട്ട ചില BJP അനുഭാവികൾ പറഞ്ഞു, ഞങ്ങൾ പാർട്ടി തവണ വോട്ട് ഈ മറ്റവർക്ക് ഈ ഇവർ നിർത്തിയിട്ടുള്ള ചക്ക സ്ഥാനാർത്ഥി വോട്ട് ചെയ്യില്ല എന്ന് പലരും പറഞ്ഞു. കാരണം ഇതൊരു അന്തർധാര ഉണ്ടോ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിലനിൽപ്പിൻ്റെ ഇവിടെ പ്രശ്നമാണ്, ഞങ്ങൾ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് BJP അനുഭാവികൾ ഞങ്ങൾ സർവേക്കിടയിൽ കണ്ടുകൂട്ടിയിരുന്നു. അപ്പോൾ രണ്ട് ഹിന്ദു പാർട്ടി വളരണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതാണ്. BJPക്ക് ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ CPM ഇല്ലാതാകും. CPM ഇല്ലാതാകുന്നതിനോടൊപ്പം ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് ഇല്ലാതാകും. മാത്രമല്ല, ഇപ്പോൾ സമൻസ് ലഭിച്ച് ഇവരവിടെ ചെല്ലുന്നു, കൊച്ചി ചെല്ലുന്നു. അന്ന് വീണയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അന്ന് വീണയെ അറസ്റ്റ് ചെയ്താൽ പിണറായി വിജയൻ രാജിവെക്കണം. പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല, അയാൾ MLA സ്ഥാനവും രാജിവെക്കണം. കാരണം വീണയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വീണയ്ക്ക് വെറുതെ ആരും പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. വീണയ്ക്കുള്ള പൈസ എന്ന് പറയുന്നത് പിണറായി കൊടുത്ത പൈസ തന്നെയാണ് വീണയ്ക്ക് കൊടുത്തത്. ഇപ്പൊ ഇവർ ഇതിനകത്ത് പറയുന്ന ഒരു സാങ്കേതികത്വം മാത്രമാണ് ഈ എക്സാലോജിക് കമ്പനി. ഈ കമ്പനി തട്ടിക്കൂട്ടാണെന്നുള്ളത് ഓൾറെഡി ഇല്ല. ഈ കമ്പനി തട്ടിക്കൂട്ട് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് കമ്പനി തുടങ്ങി. ഞാനൊരു കമ്പനി തുടങ്ങുന്നു അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട്. അപ്പം പണ്ടൊരു ഫലിതമുണ്ട്. ഈ ടിൻറ്റുമോൻ ഒരു 10 രൂപയും കൊണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് അവിടെയുള്ള സകല വഴിപാടും അങ്ങ് നേരുകയാണ്. ഏറ്റവും അവസാനം ഈ തിരുമേനി ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി പൈസയ്ക്ക് ഞാൻ ഈ കൊടിമരം അങ്ങ് സ്വർണം പൂശിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലാണ് ഈ പറയുന്ന അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് ഒരു വലിയ കമ്പനി പടുത്തുയർത്തുകയാണ്. ശ്രീനിവാസൻ രീതി കഥ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ വളരുകയാണ്. പക്ഷേ എവിടെ കമ്പനി ഇല്ല. കമ്പനി ഇങ്ങനെ നമ്മൾ കൊച്ചിൻ ഹനിയോ പറയുന്ന പോലെ വായുവിൽ എഴുതി കൂട്ടത്തിൽ. അതെ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് എന്തിനുള്ള പൈസയാണ്. എല്ലാവർക്കും അറിയാം. അത് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ കമ്പനി ഇതിന് മുമ്പ് തുടങ്ങി അന്ന് തന്നെ ഈ കരിമണൽ കർത്താവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിരുന്നതാണെങ്കിൽ ഓക്കെ. ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ആ ലോണിനകത്തുനിന്ന്. വീണ വിജയന് കരിമണൽ കർത്ത 25 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്ന സമയത്ത് ഈ പിണറായി വിജയൻ അധികാരത്തിലില്ല. അതെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 25 ലക്ഷം കൂടെ കടം കൊടുക്കുമ്പോഴും പിണറായി വിജയൻ അധികാരത്തിലില്ല. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കമ്പനിയുമായിട്ട് ഡീലായി. എന്നിട്ട് ഈ കമ്പനിയിൽ നിന്ന് പ്രതിമാസം 8 ലക്ഷം രൂപ വീതം വീണ വിജയന് കൊടുക്കുന്നു, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട്. ആ പൈസ എടുത്ത് ഈ 50 ലക്ഷം അവർ അടച്ചു തീർക്കുന്നു. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ ഒരു ഡീൽ ഉറപ്പിച്ചതാണ് എന്ന് നമുക്ക് സംശയിക്കാം. അത് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇത്തരം ഡീൽ ഉറപ്പിക്കുന്ന നേരത്തെ വളരെ വിദഗ്ധനായ ഒരാളാണ്. അതിന് മുമ്പ് തന്നെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളായ എത്രയോ മനുഷ്യരുടെ ആത്മാക്കളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഓർക്കണം. ഒന്നും നേടാതെ അല്ലെങ്കിൽ മക്കളാരും കൊച്ചുമക്കളാരും ഒന്നും ചിന്തിക്കുകയും ചെയ്യാതെ ഉള്ള സ്വത്തും കൂടെ നശിപ്പിച്ച നേതാക്കന്മാരാണ് കേരളത്തിലെ ഒരു വലിയ ഭാഗം പണ്ടത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അവരുടെയൊക്കെ ആത്മാക്കൾ മുകളിൽ നിന്ന് കാണുകയായിരിക്കും ഇത് പിൻഗാമിയായിട്ട് വന്ന ആൾ കാണിച്ച പരാക്രമങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ED അന്വേഷണം വീണയിലേക്ക് ചെല്ലുന്നു. വീണ ചിലപ്പോൾ അറസ്റ്റിലാകാം. പക്ഷേ ഇത്തവണ ഒരു പ്രതിഷേധവുമായിട്ട് CPMകാർ രംഗത്ത് വരില്ല. ഈ അവരെ കണ്ണ് തുറപ്പിച്ചതാണ് ഈ തിരുവനന്തപുരം അക്രമം. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്നു. ഇപ്പം അകത്ത് പോയിട്ട് 2 ആഴ്ചയായി. ഇടയ്ക്ക് തെളിവുകൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഇല്ല. എന്നാൽ 10 പേര് അപ്പുറം ഇപ്പുറം മാറി ഇന്ന് സഖാക്കൾക്ക് ഒരു ഐക്യദാർഢ്യമെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? ഇതൊന്നുമില്ല. ഇപ്പം ഇവരുടെ എല്ലാ ഒരു രീതി ഇതാണ്. ഇവരെല്ലാം പേടിത്തൂറികളാണ്. ഇപ്പം നമുക്കറിയാം സൈബർ സേനയാണെന്നും പറഞ്ഞു വരും. ഇപ്പം ടിറ്റോ ആന്റണി മേനാച്ചേരി എന്നങ്ങോട്ട് പറഞ്ഞൊരുത്തരുണ്ട്. അല്ലെങ്കിൽ VS ശിവകുമാറിന് അവർക്ക് ജോലി കൊടുത്തു, അനധികൃത നിയമനമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് അയാൾ നിലവിളിക്കുന്ന ഒരു ഓഡിയോ വന്നിട്ട് കേസെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ കിടന്ന് നിലവിളിക്കുക, നിയമ നടപടിയാണ് മുന്നോട്ട് പോരുത് പ്ലീസ്. കാരണം ഇവരൊക്കെ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇതുപോലൊരു മൂഞ്ചഡ്ജിയുണ്ട്. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഇവന്മാരെല്ലാം അർമാദിച്ച് ഒരു സൈഡിൽ കൂടെ വലിയ പുള്ളികളെ, കാരണം ഇവർക്കറിയാം ഇവർക്കെതിരെ കേസെടുത്താൽ ഇവരെ ഒന്നും ചെയ്യാൻ മുൻജഡ്ജി ഫോട്ടോ ഇടുമായിരുന്നു മറ്റേ അൻവർക്കേരൊക്കെ. അതെ. അപ്പം അതാണ്. അപ്പം ഈ മുൻജഡ്ജി സഹിതം ഈ അർമാദിച്ച് വിലസി നടന്ന ഈ മുൻജഡ്ജിക്കെതിരെയുള്ള പരാതി പൊക്കിയെടുത്ത് വീണ്ടും ഇവനെല്ലാം അറസ്റ്റ് ചെയ്യിക്കണം. സുദീപ് എന്ന് പറഞ്ഞൊരുതൻ. അത് പറഞ്ഞാൽ യാതൊരു വിവരവും ഇല്ലാത്തൊരു വായി നോക്കി.
അപ്പോൾ ഇയാളെയൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഈ വലിയ വില്ലന്മാരുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വന്ന നാട്ടുകാരെ തെറിയും വിളിച്ച് എല്ലാവരെയും എല്ലാവരും ഓട്ടം തുടങ്ങി. കാബിർ സ്ക്രീൻഷോട്ടിൽ അടക്കം പണിയായി, എല്ലായിടത്തും പണി വരികയാണ്. അപ്പൊ ഇനി ഇതിന്റെ കൂട്ടത്തിൽ പിണറായി വിജയന്റെ വത്സല മകൾ, അരുമ മകൾ, ഈ മകൾ അറസ്റ്റിലായാൽ അതോടുകൂടി പിണറായി വിജയൻ തകർന്ന് തരിപ്പണമായി. പിണറായി വിജയൻ തീർന്നു. പിണറായി വിജയൻ പുത്രവാത്സല്യം ഏറിയ ഒരു മനുഷ്യനാണ്. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ത് സംഭവിച്ചോ അത് തന്നെ ആവർത്തിക്കുന്നു. റിവേഴ്സിലാണെന്നേ. നമ്മൾ പറഞ്ഞില്ലേ, ഈ പിണറായി വിജയനും കുടുംബം കടുത്ത ദൈവവിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനിക്കും. ആത്മീയമായി ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയാണല്ലോ. കർമ്മഫലം എന്നൊരു സാധനം ഉണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ വീട്ടിൽ എന്തായാലും പ്രത്യേക പൂജയൊക്കെ നടക്കുകയായിരിക്കും ഈ സമയത്ത്. 12-ാം തീയതി കൊച്ചിയിലെ ഇ ഡി ഓഫീസ് വളയുമോ എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന് ചുറ്റും അപ്പിയിട്ട് നാറ്റിച്ചതുപോലെ ഈ ഇ ഡി ഓഫീസിന് ചുറ്റും വന്ന് വളയുമോ എന്നുള്ളതാണ് സാധ്യത കുറവാണ്. മതിയാക്കി. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇവിടെ എന്തൊക്കെയോ സംതിങ് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും ശരി, വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചു എന്നുള്ളതൊരു വലിയ ഡെവലപ്മെൻ്റ് ആണ്. അതിനകത്ത് പല രാഷ്ട്രീയ നിലപാടുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നിൻ്റെ ചുരുളഴിയാൻ പോവുകയാണ്. ഇവിടെ പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖം ഈ നാട്ടുകാരും ഈ ലോകവും അറിയാൻ പോകും. ചുറ്റും നിന്ന് സുതുപാടി കൊണ്ടുവന്നവരാരും ഇനി വരെയില്ല. വീണ ഒറ്റയ്ക്ക് അവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതാണ്.